നീറ്റ് പരീക്ഷാ വിവാദത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ജിൽബി തോംസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജിൽബി, നീറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദമുണ്ടായിരുന്നു, ക്രമക്കേടൊക്കെ ആരോപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണോ സുപ്രീം കോടതി ഇത്തരത്തിലൊരു നോട്ടീസ് അയച്ചത്? ഈഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നത്. ഇതിന് പിന്നാലെ അതായത് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. അതുപോലെ തന്നെ NDA നൽകിയ വിശദീകരണങ്ങളൊന്നും തൃപ്തികരമല്ലെന്നൊക്കെ വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ക്രമക്കേട് അന്വേഷിക്കണം, വീണ്ടും പരീക്ഷ നടത്തണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ ആയിട്ട് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കവേ രൂക്ഷമായ ഒരു വിമർശനമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉയർത്തിയിരിക്കുന്നത്. അതായത് പരീക്ഷയുടെ പവിത്രതയെ തന്നെ ബാധിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ എത്രയും വേഗം മറുപടി നൽകണം എന്ന് കോടതി ഈ നോട്ടീസ് അയച്ചുകൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഈ പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ദില്ലിയിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് ഫലം പ്രഖ്യാപിച്ചപ്പോൾ 67 പേർക്കാണ് 1ാം റാങ്ക് ലഭിച്ചത്. ഇത്തരത്തിൽ ഈ 67 പേർക്ക് ഒരേപോലെ ഫുൾ മാർക്ക് ലഭിക്കുകയും 1ാം റാങ്ക് ലഭിച്ചതിലും ക്രമക്കേടുണ്ട്, അല്ലെങ്കിൽ അതിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ ഉയർത്തി വീണ്ടും പരീക്ഷ നടത്തണമെന്നുള്ള ഒരു ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നെങ്കിലും ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം കേന്ദ്രം തള്ളുകയായിരുന്നു. അതായത് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോരുകയോ അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഗ്രേസ് മാർക്കിന്റെ ബലത്തിലാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുത്തതിലാണ് മാർക്ക് ഇത്രയും പേർക്ക് ലഭിച്ചതെന്നുള്ള വിശദീകരണമാണ് കേന്ദ്രം നൽകിയിരുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യവുമായിട്ട് മുമ്പോട്ട് പോവുകയും സുപ്രീം കോടതിയെ സമീപിക്കുകയുമായിരുന്നു. ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. വിനിഷ.